നമസ്കാരം പ്രിയ സ്നേഹിതരെ. ഇന്ന് കുറച്ച് മത്സ്യം വാങ്ങിച്ചിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലോട്ട് പോവാം. സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഉള്ള സൗകര്യത്തിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അത് ഒന്ന് ക്ലീൻ ചെയ്ത് കറി വെക്കാനായിട്ട് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത് ഉണ്ടല്ലോ, ഈ മത്സ്യം നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ്, വൻകട. ഇതിനെ വെട്ടി ക്ലിയറാക്കി വെക്കണം. അതുപോലെ പിന്നെ ഒരു ഐറ്റം, ഇത് എല്ലാവർക്കും അത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാന്തളിര് അല്ലെങ്കിൽ നങ്കെന്നൊക്കെ പറയുന്ന മത്സ്യമാണ്. ഇവനെ ക്ലീനാക്കുന്ന വീഡിയോ, എങ്ങനെയാണ് ഇവനെ കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ പൊളിക്കുന്നതെന്ന് ഇന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം, കാണിച്ചു തരാം. അപ്പോൾ എന്നെ പോലെ പ്രവാസികളായിട്ടുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഇതറിയില്ലാത്തവർക്ക് ഒക്കെ ഒന്ന് പഠിക്കാനായിട്ട് നല്ലതായിരിക്കും. ചോറിന് ഞാൻ ഇത് കണ്ടോ, പൊളിച്ച് നല്ല ക്ലീനായി ഇതുപോലെ കിട്ടും. കണ്ടോ, ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ കിട്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നങ്ക് മാന്തളിര് പൊളിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ വൃത്തിയായിട്ടിരിക്കും. അപ്പം ഞാനത് കാണിച്ചു തരാം ഒരെണ്ണം എങ്ങനെയാണ് ഇത് ക്ലീൻ ആക്കുന്നതെന്ന്. എല്ലാവരും ശ്രദ്ധിക്കുക. കാണാമല്ലോ അല്ലേ? ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ മറ്റു മത്സ്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഇത് വെട്ടിക്കളയണം. കണ്ട, കത്രിക വേണം കേട്ടോ. കത്രിക വെച്ച് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ കത്രിക ഇല്ലെങ്കിലും നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ച് ചെയ്യാം. കത്രിക നിർബന്ധമില്ല. കത്രിക ആണെങ്കിൽ നല്ല ഷാർപ്പ് കത്രിക എന്നുണ്ടെങ്കിൽ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ആ എഡ്ജ് പൂർണ്ണമായി ഇതുപോലെ വെട്ടി നീക്കുക. കണ്ടല്ലോ, ഇങ്ങനെ തലയുടെ ഏരിയ ഫുള്ള് കണ്ടോ, ഇതുപോലെ വെട്ടിക്കളയുക. ഇവിടെ മറുപുറത്തതുപോലെ ഇവിടെ വരെ അങ്ങനെ വെട്ടി മാറ്റുക. കണ്ടോ, ഇത് പൊളിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ജോയിന്റ് ഭാഗം വിട്ട് ഇരിക്കുകയാണെങ്കിൽ എളുപ്പം തൊലി പൊളിഞ്ഞു പോയി. അടുത്തത് വാല് മുറിച്ച് മാറ്റുക. എന്നിട്ട് നമ്മൾ സാധാരണ മീനുകളുടെ ചെയ്യുന്ന പോലെ അതിൻ്റെ ചിറകുകളൊക്കെ മുറിച്ച് മാറ്റുക. അടുത്തത് മറ്റു മത്സ്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഇങ്ങനെയാണ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ചെകിള രണ്ടും വരുന്നത് ഈ സൈഡിൽ ഇങ്ങനെ, ഇവിടെ മറുപുറത്തുമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് വെള്ളത്തിലൂടെ. അങ്ങനെ നമ്മൾ കുറച്ച് കട്ടിയുണ്ട്. ഫ്രഷ് മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇത് കേടായി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളത് വാങ്ങിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് തൊലി പൊളിക്കുമ്പോൾ മൊത്തം അതിൻ്റെ അകത്തുനിന്നുള്ള മീറ്റ് മൊത്തം അതിൻ്റെ സ്കിന്നിൽ പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, ഇതിനകത്തുനിന്ന് നമ്മൾ സാധാരണ മീനുകളിൽ നീക്കം ചെയ്യുന്ന പോലെ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റുക. ഇനി ചെറുതായിട്ട് കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് പരഞ്ഞ് അതിൻ്റെ തൊലി ഇങ്ങനെ ചെറുതായിട്ട് നടത്തുക. ഉണ്ടല്ലോ, അടുത്തതിന് ശേഷം എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കത്തി കയറ്റി ചെറുതായിട്ട് വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, കണ്ടോ, രീതിയിൽ
കണ്ടോ, ഇതുപോലെ ആക്കി എടുക്കുക. ഫ്രീ ആയിട്ട് കണ്ടോ, വലിച്ചെടുത്തു കണ്ടല്ലോ സ്കിന്ന്. ഇനി മറുപറും കുറച്ച് ഏരിയ ഇവിടെ ഉള്ളത് ഇതുപോലെ നമുക്ക് കണ്ടോ ക്ലിയർ ആണ്. മറുപുറത്തും അതുപോലെ തന്നെ എടുക്കുക. കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് സ്കിന്ന് പൊട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഞാൻ പറയുന്നത് ഫ്രഷ് ആണെങ്കിൽ ഒട്ടും ഇതിന്റെ മീറ്റ് ഇതിന്റെ സ്കിന്നിൽ പിടിക്കില്ല. ഫ്രഷ് അല്ലെങ്കിൽ ഇത് കേടായതാണെങ്കിൽ നമ്മളിതിങ്ങനെ പനിച്ചെടുക്കുമ്പോൾ ഈ മീറ്റ് ഇതോടൊപ്പം അതിൽ പിടിക്കും. നിങ്ങളത് വാങ്ങിക്കുമ്പോൾ മാക്സിമം ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പം അതുപോലെ വാങ്ങിച്ച് ഫ്രിഡ്ജിലൊന്നും ഒരുപാട് ദിവസം വെക്കാതെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇവനെ ക്ലിയർ ആക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് സ്കിന്ന് കളഞ്ഞതിന് ശേഷം നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. അന്നൊന്ന് വെക്കാൻ ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കയറ്റി വെക്കുക. ഉണ്ടല്ലോ, ക്ലിയർ ആയിട്ട് രണ്ട് സൈഡും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ എന്നിട്ട് നമ്മളതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. അകത്തുനിന്നുള്ള വേസ്റ്റൊക്കെ എടുത്ത് മാറ്റുക. ഇത് വറക്കാൻ നല്ല ഫസ്റ്റ് മീനാണ്, 1 നമ്പർ മീനാണ്. ഇത് വറുക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇത് സാധാരണ മുളക് ചാറ് പറ്റിച്ച് കറി വെക്കുന്നതിൽ അത്ര രുചികരമല്ല. ഇത് കറി വെക്കുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമാണ്. തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് കറി വെക്കണം, രുചികരമാണ്. കാരണം നമ്മൾ ക്ലിയർ ആക്കി. ഞാൻ 1 കിലോ ആണ് ഇവിടെ വാങ്ങിച്ചത്. ഇവിടെ ഞങ്ങളുടെ താമസ സൗകര്യത്തിൻ്റെ താഴെ ഇടയ്ക്കിടയ്ക്ക് മത്സ്യം കൊണ്ടുവരാറുണ്ട്. ഒരു തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹം. ഇടയ്ക്കിടയ്ക്ക് മത്സ്യം കൊണ്ടുവന്ന് വിൽക്കും. ഇടയ്ക്കൊക്കെ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഇത് വാങ്ങിച്ച് ഞങ്ങൾ കറി വെച്ച് വയ്ക്കും. കറി വെക്കുകയും ചെയ്യും, വറുക്കുകയും ചെയ്യും. 2 സൈഡും കണ്ടല്ലോ, 2 സൈഡ് ഇങ്ങനെ നമ്മൾ ചെത്തി ലെയർ ചെത്തിക്കളയുന്നു. അടുത്ത ലെയർ അതിൻ്റെ ചിറകുകൾ മുറിക്കുന്നു. അടുത്ത ചെകിള പൊളിക്കുന്നു. അകത്തും നല്ല പാഴ്സ് നീക്കം ചെയ്യുന്നു. എടുക്കുന്നു, കത്തി വെച്ച് പതുക്കെ ഒന്ന് സ്പോട്ട് ചെയ്ത് വിടുന്നു. ഉടുപ്പ് വരുന്ന പോലെ ഊരിയെടുക്കാം. അല്ല ഇതുപോലെ എടുക്കുക. അടുത്ത സൈഡ് ഇതുപോലെ തന്നെ കത്തി കൊണ്ട് ചെറുതായിട്ട് സ്പോട്ട് ചെയ്യുക. ഫ്രഷ് അല്ലെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ഫ്രഷ് അല്ലെങ്കിൽ ഇതിന്റെ നമ്മൾ സ്കിന്ന് വലിക്കുന്ന കൂടെ മൊത്തം ഇരുന്ന് പോകും. വളരെ ഈസി ആയിട്ട് 2 ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രഷ് മാന്തളിര അല്ലെങ്കിൽ നങ്കെന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. ചില ഏരിയയിൽ മാന്തളിരെന്ന് പറയും. 3
എന്നാൽ ഭയങ്കര രുചിയാണ് ഈ സാധനം. നാളെ ഞാനിത് കറി വെക്കുന്നുണ്ട്. നാളെ മറ്റന്നാളും കറി വെക്കുമ്പോൾ ബാക്കിയൊരു വീഡിയോ കൂടെ ചെയ്യാം. ഇവിടെ മാങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉണങ്ങിയ മാങ്ങ കൊണ്ടുവന്ന് ഇരിപ്പുണ്ട്. അത് വെച്ചിട്ട് ഞാനിവനെ കറി വെക്കുന്ന വീഡിയോ എന്താണെങ്കിലും ചെയ്യുന്നുണ്ട്. അത് പുറകെ ചെയ്തിടാം. താല്പര്യമുള്ളവർക്കൊക്കെ ഈ മീൻ കിട്ടുമ്പോൾ ഇതെന്താ ചെയ്യണേന്ന് മിക്കവർക്കും അറിയില്ല. എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ പരിപാടി, ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് മിക്കവർക്കും ഒരു അറിവില്ലായ്മയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാവും. നിങ്ങളിത് കണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ ഇത് ഫ്രഷുള്ളത് മാത്രം വാങ്ങിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊളിച്ച കിട്ടില്ല, മൊത്തം നാശമായി പോകും. കേടായത് വില കുറച്ച് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കുക. അത് കിട്ടില്ല. അത് പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ സ്കിന്ന് മൊത്തം അതിൻ്റെ മീറ്റ് സ്കിന്നിൽ പിടിച്ചിരിക്കും. വലിയ ബുദ്ധിമുട്ടാവും, നമുക്ക് ദേഷ്യം വരും പൊളിക്കുമ്പോൾ. ഫ്രഷാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു മത്സ്യമാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. പൊളിച്ച് രുചിയോടുകൂടി കറി വെച്ചൊക്കെ എല്ലാവരും കഴിക്കുക, ശ്രമിക്കുക. ഇവിടെ ഞങ്ങൾ ദമാമ് ലുലു മോളിൽ പോകുമ്പോൾ അവിടെ കുടിക്കാറുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് ഇടയ്ക്ക്. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണം. ഇപ്പോൾ 3 പൊളിച്ച് കാണിക്കുന്നത് എനിക്കൊരു 4 കട്ട് ചെയ്യാറുണ്ട്. ഞാൻ തൽക്കാലം അതിനോട് ചെയ്യുകയാണ്. വീണ്ടും കറി വെക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.